ദില്ലിയിൽ നിന്ന് ഇപ്പോൾ വരുന്നൊരു വാർത്ത അത്ര നല്ലൊരു വാർത്തയല്ല. കൊച്ചിയിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം വൈകുകയാണ്. ചെറിയ വൈകലൊന്നുമല്ല. ഇന്നലെ രാത്രി പുറപ്പെടേണ്ട വിമാനം ഇതുവരെയും അവിടെ എത്തിയിട്ടില്ല. വിമാനം വൈകുന്നതിൻ്റെ കാരണം അധികൃതർ വ്യക്തമാക്കുന്നില്ല എന്നാണ് യാത്രക്കാർ പറയുന്നത്. നാട്ടിലോട്ട് വരാൻ ഉത്രാടപ്പാച്ചിലിന് തയ്യാറെടുക്കാൻ ഇന്നലെ വൈകുന്നേരം യാത്ര തിരിക്കേണ്ട വിമാനമാണ്. ഇനിയും യാത്ര തിരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അവർക്ക് ഭക്ഷണവും ആവശ്യത്തിനുള്ള പരിചരണവും കിട്ടുന്നില്ല എന്നാണ് യാത്രക്കാരുടെ പരാതി. തിടുക്കപ്പെട്ട് ടിക്കറ്റ് എടുത്ത് നാട്ടിലോട്ടൊക്കെ വരാനിരുന്ന മനുഷ്യരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഓണത്തിന് നാട്ടിലേക്ക് തിരിച്ച മലയാളികൾ ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുകയാണ്. ഭക്ഷണം പോലും ലഭിക്കാതെ യാത്രക്കാർ വലയുകയാണ്. നമ്മൾ ഉത്രാടപ്പാച്ചിലിൻ്റെയും ഉത്രാട ഓണവിശേഷങ്ങളും ഒക്കെ പറയുമ്പോൾ ദില്ലി വിമാനത്താവളത്തിൽ ഒരു കൂട്ടം മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. നോബൽ ബാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു. നോബൽ, എന്താണ് ഈ വിമാനത്തിന് സംഭവിച്ചത്? എന്താണ് ഈ യാത്രക്കാരുടെ കാര്യങ്ങൾ വിശദീകരിക്കാത്തത്? എത്ര മണിക്കൂറായി വൈകുന്നു? എപ്പോൾ പുറപ്പെടും? എപ്പോൾ വരും? അരുൺ, ഓണം പ്രമാണിച്ച് നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്ത മലയാളികളാണ് ഇപ്പോൾ വലിയ ദുരിതത്തിൽ ആയിരിക്കുന്നത്. ഇന്നലെ 8:55 ദില്ലിയിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെടേണ്ട ഇന്ത്യൻ എക്സ്പ്രസിന്റെ 4702 വിമാനമാണ് ഇപ്പോഴും വൈകിയിരിക്കുന്നത്. ഈ വിമാനം ഏറെക്കുറെ 10 മണിക്കൂറിലധികമായി ഇതിനോടകം തന്നെ വൈകി കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായൊരു മറുപടി, എന്തുകൊണ്ട് വിമാനം വൈകുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു മറുപടി ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ നൽകിയിട്ടില്ല എന്നാണ് യാത്രക്കാർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ 8:55 എടുക്കേണ്ട വിമാനം പിന്നീട് 1 മണിക്ക് എടുക്കുമെന്നൊരു അറിയിപ്പ് നൽകി. പക്ഷേ 1 മണിക്കും എടുത്തില്ല. പിന്നീട് 6 മണിക്ക് എടുക്കുമെന്ന അറിയിപ്പ് നൽകി. പക്ഷേ അപ്പോഴും എടുത്തില്ല എന്നാണ് ചില യാത്രക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത്. എയർപോർട്ടിൽ വലിയ തരത്തിലുള്ള വാക്കുതർക്കങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോയി എന്നും അത്തരത്തിൽ യാത്രക്കാർ പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. പ്രത്യേകിച്ച് ഈ ഓണസമയം ആയതുകൊണ്ട് തന്നെ ടിക്കറ്റ് നിരക്ക് എന്നൊക്കെ പറയുന്നത് വലിയ ഭീമമായ തുകയാണ്. ആ തുക നൽകിയാണ് പലരും ഓണം ആഘോഷിക്കാൻ വേണ്ടി നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഇത്തരത്തിൽ ടിക്കറ്റ് എടുത്തത്. പക്ഷേ ആ ടിക്കറ്റ് എടുത്തവർ കൃത്യമായി സർവീസ് നൽകാത്തത്, അല്ലെങ്കിൽ കൃത്യമായ സമയത്ത് വിമാനം പുറപ്പെടാത്ത വലിയ പ്രതിസന്ധിയാക്കിയിട്ട് കുട്ടികൾ അടക്കമുള്ളവർ യാത്രക്കാർ ഇത്തരത്തിൽ ദില്ലി വിമാനത്താവളത്തിൽ വലിയ തരത്തിൽ ദുരിതം എയർപോർട്ട് അധികൃതരുമായിട്ടും എയർ ഇന്ത്യ സ്റ്റാഫുമായിട്ടും ഒക്കെ തർക്കിക്കുകയും ദൃശ്യങ്ങൾ കാണാം. और तो फ्लाइट डिले मत कीजिए। हाँ, नो, हमारा फ्लाइट आने वाला है। चलिए काम बेटा കൊച്ചി തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇന്ന് ഉത്രാടത്തിന് മുമ്പ് ഇന്നലെ രാത്രി 12 മണിയോട് ലാൻഡ് ചെയ്യേണ്ടിയിരുന്ന വിമാനം ഇതുവരെയും ദില്ലിയിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല. എയർ ഇന്ത്യയുടെ വിമാനമാണ് അനന്തമായി നീളുന്നത്, വൈകുന്നത്. ഇന്നലെ 8:30 ദില്ലിയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യയുടെ വിമാനം, എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഇതുവരെയും ദില്ലിയിൽ ടേക്ക് ഓഫ് ചെയ്തിട്ടില്ല. ഇതുവരെയും ബോർഡിംഗ് ആയിട്ടില്ല. ഇന്നലെ 1 മണിക്ക് പുറപ്പെടുമെന്ന് പറഞ്ഞു, വന്നില്ല. 6 മണിക്ക് പുറപ്പെടുമെന്ന് പറഞ്ഞു, വന്നില്ല. യാത്രക്കാർ അസ്വസ്ഥരാണ്. ഇന്നിപ്പോൾ അവരവരുടെ വീടുകളിലേക്കൊക്കെ എത്തി ഉത്രാടത്തിന് കൂടേണ്ട മനുഷ്യരാണ്. അവരാണ് എയർപോർട്ടിൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. യാത്രക്കാരുടെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത് ദില്ലി വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. നോബൽ, ഒരു യാത്രക്കാരൻ ദേവരാജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദേവരാജ്, ഗുഡ് മോർണിംഗ്. എന്നിപ്പോൾ പറയാൻ പറ്റുന്നില്ലെന്ന് എനിക്കറിയാം. ഇന്നലെ എന്തായിരുന്നു അവസ്ഥ? എന്താണ് സംഭവിക്കുന്നത് ദേവരാജ്? ഒരു ദിവസത്തെ ഒരു ഓണം, മലയാളികളുടെ ഓണം എത്ര ദുരിതപൂർണമാക്കാം എന്നുള്ളതിന്റെ ഒരു വലിയ പരീക്ഷണമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ 6 മണിക്ക് 3 മണിക്കൂർ മുമ്പ് ഇവിടെ എത്തണമെന്ന് പറഞ്ഞിട്ട് ഡൽഹിയിലെ കഠിനമായ മഴയും അതുപോലെ ട്രാഫിക് ജാമും എല്ലാം തരണം ചെയ്ത് ഇവിടെ എത്തിയ ആൾക്കാര് ബോർഡിംഗ് പാസ് കൊടുത്ത ശേഷം വീണ്ടും അത് 1 മണിക്ക് ആക്കുകയും 1 മണി കഴിഞ്ഞ ശേഷം എപ്പോഴാണ് പുറപ്പെടുന്നത് അറിയാതെ ധാരാളം നുണകൾ മാറി മാറി പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത് അവസാനം ഇത്ര നേരമായിട്ട് ഇതേ സമയമായിട്ടും ഈ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് പുറപ്പെടാനായിട്ടുള്ള തയ്യാറായിട്ടില്ല. ദേവരാജ്, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഭക്ഷണമൊന്നും ഇല്ല. ഭക്ഷണം വെള്ളം പോലും ഈ ചെറിയ ഫൗണ്ടൻ ഉണ്ട്, അവിടെ പോയി വെള്ളം കുടിക്കുകയാണ് ചെയ്തത്. ഇവരോട് പല പ്രാവശ്യം ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ ഇവരോടൊന്ന് 1-1.5 കിലോമീറ്റർ ദൂരത്ത് പോയി ഭക്ഷണം ഒരു ദില്ലി അവിടെ പോയി വേണേൽ കഴിക്കാമെന്ന് പറയുന്നതല്ലാതെ ഭക്ഷണം കിട്ടുകയോ നല്ല ഭക്ഷണം ഒന്നും കിട്ടിയിട്ടില്ല. കുട്ടികളുണ്ട്, ഗർഭിണികളുണ്ട്, പിന്നെ പ്രായമായവരുണ്ട്, മരുന്ന് കഴിക്കുന്നവരുണ്ട്, പ്രഷറുള്ളവരുണ്ട്. ഇതെല്ലാം ഇവര് തീരെ ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഇവരോട് നെക്സ്റ്റ് ഇവിടുത്തെ ഒരു എയർപോർട്ട് മാനേജർ ത്രിവേദി എന്ന് പറയുന്ന ആളോട് പറയുമ്പോൾ അവര്
അടുത്ത ആളിനോട് അവർക്കൊന്നും ചെയ്യാനും സാധിക്കുന്നില്ല. നെക്സ്റ്റ് ആള് എബി ജോർജ് എന്നുള്ള ഒരു മലയാളിയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന്റെ നമ്പർ ചോദിച്ചിട്ട് പോലും തരുന്നില്ല. ഇവിടെ എല്ലാ ആൾക്കാരും ബുദ്ധിമുട്ടി. പലർക്കും അറിയാലോ, പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ സാധിക്കുന്നില്ല. ഇന്നലെ എത്തേണ്ടതാണ്, ഇന്ന് ഓണം, ഇന്ന് എത്ര മണിക്ക് അവിടെ എത്തുമെന്ന് അറിയില്ല. നമുക്ക് മന്ത്രിതലത്തിൽ ഇപ്പോ കേന്ദ്രമന്ത്രി ആരെങ്കിലും വിളിക്കേണ്ടതുണ്ടോ? നമുക്ക് തീർച്ചയായും മലയാളികളോടുള്ള ഈ അവഗണന ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് പോലുള്ള സ്ഥാപനങ്ങൾ അവസാനിപ്പിച്ചേ പറ്റൂ. എപ്പോഴേക്കാണ് ബോർഡിംഗ് നിശ്ചയിച്ചത്? ഇപ്പോൾ അവര് ഫ്ലൈറ്റ് വന്നു എന്ന് പറയുന്നുണ്ട്. അവര് ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അകത്ത് കയറാമെന്ന് വിചാരിക്കുന്നു. കയറി കഴിഞ്ഞാൽ 11 മണിയോ 12 മണിയോ ആകുമ്പോൾ അവിടെ എത്താൻ ആയിരിക്കും. അതാണ് ഒരു പ്രതീക്ഷ. രാത്രി 12 മണിക്കൊക്കെ എത്തേണ്ടതാണല്ലേ കൊച്ചിയില്? അയ്യോ, അതെ. ഇവിടുന്ന് 9 മണിക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ 3 മണിക്കൂർ കൊണ്ട് അവിടെ ഫ്ലൈറ്റ് എത്തേണ്ടതാണ്. എല്ലാവർക്കും വീട്ടിലെത്താൻ സാധിക്കും എന്ന് തോന്നുന്നു. ഇത് ഇപ്പോൾ ചെറുതായി ബോർഡിംഗ് അനൗൺസ് ചെയ്യുന്നുണ്ട്. പോയി നിന്ന് നോക്കട്ടെ. തീർച്ചയായും സന്തോഷം. റിപ്പോർട്ടർ ചാനല് നമ്മളുടെ ജനങ്ങളുടെ കൂടെ നിൽക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഡോക്ടർ നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് രാത്രി തന്നെ ഇടപെടൽ ഉണ്ടാകാമായിരുന്നു. അതെ. രാത്രി ഞങ്ങളും ഓരോ മണിക്കൂറുകളിൽ ഇരുമ്പോൾ ഇത് ശരിയാവും. മലയാളികളുടെ ക്ഷമ അങ്ങേയറ്റം പരീക്ഷിക്കുകയാണ് ഇവർ ചെയ്തത്. നമ്മൾ വളരെ പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ നമ്മൾ ആ വിഷയത്തിൽ ഇടപെട്ട് നമുക്കൊരു തീർപ്പുണ്ടാക്കാൻ നോക്കാം. അപ്പോ ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ദേവരാജിനെ പോലുള്ള ഒരുപാട് യാത്രക്കാർ ബുദ്ധിമുട്ട്. ഇന്നലെ 12 മണിക്ക് കൊച്ചിയിൽ എത്തേണ്ട വിമാനമാണ്. ഇതുവരെയും ദില്ലിയിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല. എയർ ഇന്ത്യ എക്സ്പ്രസ് ജനങ്ങളുടെ ഈ ക്ഷമ പരീക്ഷിക്കരുത് ഒരിക്കൽ കൂടി. അന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ഉണ്ടായിരുന്ന ജീവനക്കാർ പണിമുടക്കിയപ്പോൾ വലഞ്ഞ കാഴ്ച നമ്മൾ കണ്ടതാണ്. കഷ്ടപ്പെട്ട ആ ബ്രാൻഡ് വീണ്ടും അവർ ബിൽഡ് ചെയ്തുകൊണ്ട് വരിക. ഇത്തരം ഡിലേ ഉണ്ടാകുന്ന സമയത്ത് ഒന്നുകിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പരിചരണം കൊടുക്കുക എന്നുള്ളതാണ്. മാന്യമായിട്ട് അവരുടെ കാര്യങ്ങൾ വിശദീകരിക്കുക. കുട്ടികളും ഗർഭിണികളും അടക്കമുള്ളവരൊക്കെ ഉണ്ടല്ലോ. യാത്രക്കാരോട് ചില സമയങ്ങളിലുള്ള ഇത്തരം ആളുകളുടെ സമീപനം നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. എങ്കിലും